ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുല്ലാഹ വനസ്സല്ലി വനസ്സല്ലിമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വഹബീബിനാ വഇമാമിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സാധാരണ നമ്മൾ ഈ വൈകുന്നേരത്തെ ക്ലാസ്സിൽ വിശ്വാസപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് അതിൽ നിന്ന് ഭിന്നമായി നമ്മൾ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഒക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂടെ അതുപോലെ പ്രധാനമായി പഠിക്കേണ്ടുന്ന ചില വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അധ്യാത്മരംഗത്ത് മനുഷ്യ സമൂഹത്തെ കൈപിടിച്ച് നടത്തുന്ന ചില അവധൂതന്മാർ കാലവും എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അവർ ചിലരൊക്കെ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്, പലരും മനസ്സിലാക്കപ്പെടാതെ സാധാരണ നിലക്ക് മരിച്ചുപോയവരാണ്. ചിലരൊക്കെ മരണാനന്തരം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്, ഇച്ചമസ്താനെ പോലുള്ള ആളുകളൊക്കെ. അങ്ങനെ ഇന്ത്യയിൽ അവധൂതന്മാരായി പ്രകാശം പരത്തിയ ചില ജ്ഞാന സൂനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ മതപരമായ വേർതിരിവുകൾ വെച്ച് നോക്കിയാൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാഴ്സികളുണ്ട്, ഇങ്ങനെ പല മതവിഭാഗത്തിൽപ്പെട്ടവരെ നമുക്ക് കാണാം. പക്ഷേ അവരൊക്കെയും സത്താപരമായി, ആത്മപരമായി നോക്കിയാൽ ഒന്നാണ്. അവരെ വേർതിരിച്ച് കാണുന്ന നമ്മുടെ കണ്ണുകൾക്കാണ് കുഴപ്പം, യഥാർത്ഥത്തിൽ അവർക്കല്ല. ഒരു ഉദ്യാനത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പൂവുകളെ പൂവുകൾ എന്ന് വിളിക്കാം, അപ്പോൾ അത് ഏകമാണ്. അതിനെ നാം പനിനീർപ്പൂവെന്നും ചെമ്പരത്തി എന്നും മുല്ലയെന്നും വെവ്വേറെ വിളിക്കുമ്പോൾ അത് വെവ്വേറെയായിത്തീരുന്നു. പക്ഷേ പൂക്കൾക്കൊരു ഭാഷയെ അറിയാവൂ, അത് പൂക്കളുടെ ഭാഷയാണ്. അത് വിരിയുക എന്നുള്ളതാണ് പൂക്കളുടെ ധർമ്മം. ഇപ്രകാരം ജ്ഞാനികളെ, അവധൂതന്മാരെ ഒരു ഉദ്യാനത്തിലെ പൂവുകളായി നമുക്ക് പരിഗണിക്കാം. അവർ ഇവിടെ പലതും പലതുമായി നമുക്ക് ജീവിച്ചു നമ്മുടെ മുന്നിൽ. അത്തരത്തിലുള്ള ഒരു മഹാപ്രതിഭയാണ് ദാരാ ഷിഖോ എന്ന് ഇക്കാലത്തറിയപ്പെടുന്ന ഷിഖോ രാജകുമാരൻ. ദാരാ ഷിഖോ ബുദ്ധനുമായി ഏറെ സാമ്യമുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഷാജഹാൻ്റെ മകനാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ, മുഗൾ രാജവംശത്തിലെ വളരെ പ്രശസ്തനായ താജ്മഹൽ പണിത ഷാജഹാൻ്റെ മകനാണ് ദാരാ ഷിഖോ. ഷാജഹാൻ്റെ മൂത്ത പുത്രൻ, അടുത്ത രാജാവായിരിക്കേണ്ടത് ഷിഖോ ആണ്. പക്ഷേ അദ്ദേഹം ഷാജഹാൻ്റെ ആഡംബര വഴിയിലൂടെയല്ല സഞ്ചരിച്ചത്, അദ്ദേഹം ആത്മീയ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. അദ്ദേഹം പക്വതയെത്തിയ പ്രായത്തിൽ ആദ്യമായി എടുത്ത തീരുമാനം ഞാൻ രാജാവാകാനില്ല എന്നതായിരുന്നു. അതാണ് ഔറംഗസേബിനെ രാജാധികാരം ലഭിക്കാൻ കാരണമായി തീർന്നത്. പക്ഷേ എന്നിട്ടും ഔറംഗസേബ് വിട്ടില്ല. തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ കൊന്നുകൊണ്ടാണ്, ആ രക്തത്തിൽ മുക്കിയ വാളുകൊണ്ട് ഒപ്പിട്ടുകൊണ്ടാണ് ഔറംഗസേബ് തൻ്റെ രാജാധികാരം ഉറപ്പിച്ചു വെച്ചത്. ദാരാ ഷിഖോ എങ്ങനെയാണ് തസവുഫിൻ്റെ ആത്മീയമായ, ആധ്യാത്മികമായ ലോകത്ത് പ്രധാനിയാകുന്നത് എന്നാണ്. അധ്യാത്മമായ തലത്തിൽ ദാരാ ഷിഖോ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു ചരിത്രം രചിച്ചയാളാണ്. ദാരാ ഷിഖോവിനെ പോലെ ഒരാളെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയില്ല. ഇവിടെ നമുക്ക് ഷിഖോവിനെ പോലെ ഒരാളെ നമുക്ക് ഇന്ത്യയിൽ വേറെ കാണാൻ കഴിയില്ല. ഷാജഹാൻ്റെ, അതായത് പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ, ഇന്ന് അത് ട്രില്യൺ എന്നൊക്കെ നമ്മൾ എണ്ണേണ്ടി വരും, അത്ര വലിയ സംഖ്യ മുഴുവനും അദ്ദേഹം ചെലവഴിച്ചത് അധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രസരണത്തിനും പ്രചരണത്തിനും വേണ്ടിയാണ്. ഇന്ത്യയിലെ
50ഓളം ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റിയ, ഖലീലാവദിംന മൊഴിമാറ്റിയ, പഞ്ചതന്ത്രം കഥകൾ മൊഴിമാറ്റിയ, ഗീത മൊഴിമാറ്റിയത് ശിഖുവാണ്. 100 കണക്കിന് എഴുത്തുകാരെ, പേർഷ്യനും സംസ്കൃതവും അറിയാവുന്ന 100 കണക്കിന് എഴുത്തുകാരെ വളരെ മാന്യമായ ശമ്പളവും വേതനവും മറ്റ് സൗകര്യങ്ങളും നൽകി അവർക്ക് വലിയ കെട്ടിടങ്ങൾ പണിത് അതിനകത്തിരുത്തി ഇത് മുഴുവനും പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് ദാരാ ശിഖോ ചെയ്ത ഏറ്റവും വലിയ സേവനം. ഇംഗ്ലീഷുകാർ പോലും ഗീതയെ പഠിക്കുന്നത് ശിഖോ എഴുതിയിട്ടുള്ള എഴുത്തിലൂടെയാണ്, ശിഖോവിൻ്റെ പ്രയത്നത്തിലൂടെയാണ്. അത്ര വലിയ ഒരു ലോകത്ത് ഇത്രമേൽ ജ്ഞാനപ്രസരണത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരുപാട് ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ തൊഴിലെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ദാരാ ശിഖോ ഫക്കീറായി ജീവിച്ചയാളാണ്. അധികം വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഉടമയായിട്ടും സ്വത്തിൻ്റെ ഉടമയായിട്ടും ഫക്കീറായി ജീവിക്കുകയും എന്നിട്ട് ഇങ്ങനെയുള്ള ജ്ഞാന പ്രസരണത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. ദാരാ ശിഖോ സ്വന്തമായി ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേര് മജ്മഉൽ ബഹ്റൈൻ എന്നാണ്. മജ്മഉൽ ബഹ്റൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം 2 സമുദ്രങ്ങളുടെ മേളനം എന്നാണ്. 2 സമുദ്രങ്ങളുടെ മേളനം. ഭാരതീയ തത്വശാസ്ത്രവും ഇസ്ലാമിക തത്വശാസ്ത്രവും തമ്മിൽ സന്ധിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ആ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത്, മജ്മഉൽ ബഹ്റൈൻ രചിച്ചത്. ഇപ്പോഴും അത് ലഭ്യമാണ് ദാരാ ശിഖോയുടെ. അങ്ങനെ അദ്ദേഹം ആധ്യാത്മികമായ അന്വേഷണത്തിൻ്റെ ഒരു തലത്തിൽ മതങ്ങൾക്കതീതമായ ഒരു ആധ്യാത്മികതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഔറംഗസീബിന് ദേഷ്യം വന്നതും സ്വന്തം ജ്യേഷ്ഠനെ തീവ്രമായ മതബോധത്താൽ കൊന്നുകളഞ്ഞത്. ഔറംഗസീബാണ് നമുക്ക് വാഴ്ത്തപ്പെട്ടവനായി മാറുന്നത്. ലക്ഷക്കണക്കിന് 10,000-കണക്കിന് സിഖുകാരെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ച് മതം മാറാത്തതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞൊരു മനുഷ്യനും കൂടിയാണ് ഔറംഗസീബ്. അപ്പോൾ ദാരാ ശിഖോ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നാം ആധ്യാത്മികമായ പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ വ്യക്തി ദാരാ ശിഖോ ആണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പേർഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇറാൻ, ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലൈബ്രറികളെ ഏറ്റവും കൂടുതൽ അലങ്കരിക്കുന്നത് ദാരാ ശിഖോയുടെ പുസ്തകങ്ങളാണ്. ഞാൻ ഇറാനിൽ ഖും എന്ന സ്ഥലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി ഖുമ്മിലെ അൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയാണ്. അവിടെ പോയപ്പോൾ അവിടെ ഒരു ഏരിയ മുഴുവനും, ഒരു വലിയ ഒരു ഏരിയ മുഴുവനും ദാരാ ശിഖോ പരിഭാഷപ്പെടുത്തിയ, ദാരാ ശിഖോയുടെ നേതൃത്വത്തിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകങ്ങളുടെ മാത്രം കളക്ഷനാണ്. അത്രമേലുണ്ട് ശിഖോ ചെയ്ത സേവനങ്ങൾ. ഒരുപക്ഷെ ശിഖോ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ അല്ല ഉറപ്പായും ശിഖോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജ്ഞാനശാസ്ത്രങ്ങളൊന്നും, അത് ഉപനിഷത്തുകളാണെങ്കിലും കഥകളാണെങ്കിലും എല്ലാം അത് ഇന്ത്യയിൽ തന്നെ ഒതുങ്ങിപ്പോകുമായിരുന്നു എന്നർത്ഥം. 500 വർഷങ്ങൾക്ക് മുമ്പ് ദാരാ ശിഖോ ചെയ്ത ആ വർക്കാണ് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി, ജ്ഞാനത്തിൻ്റെ പ്രഭവമായി അവതരിപ്പിക്കാൻ സാധ്യമായത് എന്നർത്ഥം. അപ്പോൾ ദാരാ ശിഖോ വലിയ ഒരു മഹാനായ മനുഷ്യനാണ്. ചക്രവർത്തി ബുദ്ധനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം അതാണ്. ബുദ്ധൻ രാജകുമാരനാണ്, ദാരാ ശിഖോ രാജകുമാരനാണ്. ബുദ്ധൻ ദുഃഖങ്ങളൊന്നും അറിയാതെ വളർന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട് ദാരാ ശിഖോ വളർന്നു. ബുദ്ധന് ബോധോദയമുണ്ടായി. ശിഖോ ആവട്ടെ തൻ്റെ ജീവിതത്തിലൂടെ ബോധോദയം നേടിയെടുത്തു. അങ്ങനെ ഏതാണ്ട് മുഗൾ രാജവംശത്തിലെ ബുദ്ധൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ദാരാ ശിഖോയെ വിശേഷിപ്പിക്കാം. അപ്പോൾ ദാരാ ശിഖോയെ നാം അധ്യാത്മ മേഖലയിൽ മുന്നോട്ട് പോകുന്ന ഓരോരുത്തരും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് ദാരാ ശിഖോയെ. അധ്യാത്മ ജീവിതത്തിന് വേണ്ടി ഇന്ത്യയിൽ രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ ആളും ശിഖോ ആയിരിക്കും. ഇപ്പോൾ മൻസൂറുൽ ഹല്ലാജ് അനൽ ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്ത്യയിൽ അനൽ ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അധ്യാത്മ മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ സ്വന്തം അനുജൻ്റെ കരങ്ങളാൽ കൊല്ലപ്പെടുന്ന, സ്വന്തം അനുജൻ്റെ എന്നല്ല ആ അർത്ഥത്തിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ആളും ഒരുപക്ഷെ ശിഖോ ആയിരിക്കും. ശിഖോ നമുക്കൊക്കെ ഇപ്പോഴും വലിയ പ്രചോദനവും വെളിച്ചവുമായി മുന്നിലുണ്ട്. എന്തിൻ്റെ കേടായിരുന്നു ശിഖോവിന് എന്ന് ചിലരൊക്കെ ചോദിക്കും. കാരണം രാജകുമാരനായി ജനിച്ച് രാജാവാകാൻ യോഗ്യതയുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള, കഴിവുള്ള, പക്വതയുള്ള എല്ലാ സംഗതികളും ഒത്തുവന്നിട്ടുള്ള ആ ഘട്ടത്തിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് ആത്മീയമായ അന്വേഷണത്തിൻ്റെ, ആധ്യാത്മികമായ ഒരു തലത്തിൽ പ്രവേശിച്ച് സ്വയം സമർപ്പിതനായി എരിഞ്ഞു തീർന്ന ഒരു ജ്ഞാന സൂര്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക്
ഷിഖോയെ വിശേഷിപ്പിക്കാം. ഇതാണ് ഇന്ത്യയിൽ നമ്മൾ ഓർക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഓർക്കാനുള്ളത്. രണ്ടാമത്തത് കബീർദാസാണ്. കബീർദാസ് എന്ന് പറയുന്നത് മറ്റൊരു അത്ഭുതമാണ്. ഒരുപക്ഷേ ലോകത്ത് തന്നെ വളരെ അപൂർവമായി കാണാവുന്ന അവധൂത ജനസ്സുകളിൽപ്പെട്ട ഒരാളാണ് കബീർദാസ്. നിങ്ങൾ കബീർ വാണിയൊക്കെ കേട്ടിട്ടുണ്ടാകും. കബീർദാസ് എന്ന് പറയുന്നത് 1400 ജീവിച്ച ആളാണ്. AD 1400, അതായത് 600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ആളാണ്. ദാരാഷിക്കോവിൻ്റെ ഒക്കെ ഏതാണ്ട് തൊട്ട് മുമ്പത്തെ കാലം. കബീർദാസ് അച്ഛനമ്മമാരാണ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആരംഭിക്കുന്നത് ഒരു പുഴക്കടവിൽ നിന്ന് അദ്ദേഹത്തെ കിട്ടിയത് മുതലാണ്. ഏതാണ്ട് മോസസിൻ്റെ ചരിത്രത്തിനോട്, മൂസാ നബിയുടെ ചരിത്രത്തോട് സാമ്യതയുള്ള ഒരു കഥയാണ് പറയപ്പെടുന്നത്. നമുക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഭർത്താവ്, അതായത് അച്ഛനായിരിക്കേണ്ടയാൾ നേരത്തെ മരണപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് അമ്മ ഗർഭിണിയാകുന്നത്. അപ്പോൾ നാട്ടുകാരുടെ ആക്ഷേപത്തെ ഭയന്ന് പ്രസവിച്ച ഉടനെ തന്നെ ഈ കുഞ്ഞിനെ പുഴക്കടവിലെവിടെയോ അമ്മ ഉപേക്ഷിക്കുകയായിരുന്നു. അതോടുകൂടി അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം കബീർദാസിന് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരു മുക്കുവനായിട്ടുള്ള ഒരു മുസ്ലിം, മീരു എന്നു പേരുള്ള ഒരു മുസ്ലിമാണ് ഈ കുഞ്ഞിനെ കാണുന്നത്. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ഈ കുഞ്ഞിനെ തനിക്ക് ദൈവം തന്നതാണ് എന്ന സന്തോഷത്തോടെ എടുക്കുകയും വളർത്തുകയും ചെയ്തു. അങ്ങനെയാണ് കബീർദാസിന് കബീർദാസ് എന്ന പേര് വന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിക സംസ്കാരത്തിൽ വളർന്ന് തുടങ്ങിയത്. അങ്ങനെ ഇവർ മുക്കുവരായിരുന്നില്ല, നെയ്ത്തുകാരായിരുന്നു. ആ നെയ്ത്തുകാരൻ്റെ മകനായിട്ടാണ് കബീർ വളരുന്നത്. വളർന്ന് വരുമ്പോൾ അച്ഛനെയും അമ്മയെയും, ഉപ്പയെയും ഉമ്മയെയും സഹായിക്കുന്നതിന് വേണ്ടി ഈ നെയ്ത്ത് അദ്ദേഹവും പഠിച്ചു. അദ്ദേഹം നെയ്ത്തുകാരനായി തുണികളൊക്കെ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുന്ന ജോലിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അല്പം കഴിയുമ്പോൾ തന്നെ കബീറിൽ വലിയ മാറ്റങ്ങൾ കാണുകയും അദ്ദേഹം ഒരു അന്വേഷണത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രണയകാവ്യം രചിച്ചത് കബീറാണ്. കബീറിനെ പോലെ പ്രണയകാവ്യം രചിച്ച ആരുമില്ല. അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ട്. കമാൽ എന്നും കാമിൽ എന്നും പേരുള്ള 2 മക്കളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മക്കൾ തീവ്രമായ വിരോധത്തിൽ, ഉപ്പ ഞങ്ങൾക്ക് വേണ്ടിയൊന്നും സമ്പാദിക്കുന്നില്ല എന്നുള്ള വിരോധത്തിൽ, അങ്ങനെ അവരെക്കുറിച്ചും കബീർ കവിതകൾ എഴുതിയിട്ടുണ്ട്. അവർ മറ്റൊരു വഴിക്ക് പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പോൾ കബീർ എഴുതിയ ചില കവിതകൾ ഞാനിവിടെ വായിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കബീർ വാണി, സ്വാമി അനഹാനന്ദ പരിഭാഷപ്പെടുത്തിയ കബീർ വാണി ഒരുപക്ഷേ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നീശനൊറ്റയാൻ മാത്രം ഇല്ല രണ്ടാമതെണ്ണുവാൻ, വേറൊന്നായി എണ്ണിയ എന്നാലോ ഈശൻ കോപിഷ്ഠനായിടും. വിചിത്രം ഈ ബ്രഹ്മതത്വം, വായില്ലതിന് നെറ്റിയും, അഴകിലില്ല വൈരൂപ്യം പൂമണം വെന്നു സൂക്ഷ്മത. വസിപ്പൂ സ്മൃതി പോലീശൻ, ദേഹന്തോറും അരൂപനായി, രൂപവർണ്ണങ്ങളില്ലാത്തവൻ സർവഭൂതാശയസ്ഥിതൻ. ജന്മ മൃത്യുവിഹീനൻ താനെൻ്റെ ദൈവമസംശയം, ഇപ്രപഞ്ചം രചിച്ചോരൻ പതിക്കാണെൻ്റെ സർവവും. നീ മാത്രമാണെന്നേകനാഥൻ, ഇല്ല രണ്ടാമതായൊരാൾ, രണ്ടാമതൊന്നു കണ്ടീടിൽ ഞാനോ വിഗതഗാത്രനായി. ആഴം തികവും അന്തസ്സും നിന്നിൽ മാത്രം ഉടങ്ങിടും, ഗുണത്തെ മാത്രം എണ്ണിക്കൊണ്ട് അക്കരെ ചേർത്തിടുന്നു നീ. എല്ലാം ചെയ്തതു നീ മാത്രം, ചെയ്തതില്ലൊന്നുമേ ഇവൻ, ഏതോ ഞാൻ ചെയ്തതായി ചൊല്ലാം എന്നിൽ നീ നിന്ന കാരണം. ഈശൻ്റെ തണലുള്ളോനെ കൊന്നിടാൻ ആർക്ക് സാധിക്കും, ലോകമൊന്നായി എതിർത്താലും യേശുവില്ലവൻ അല്പവും. ഇങ്ങനെ ഈശ്വരനെ കുറിച്ചുള്ള വിചാരം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതൽ വലല്ലാലീൻ വരെ നിങ്ങളൊന്ന് ഓതി നോക്കിയാൽ കബീർ പറഞ്ഞ അതേ കാര്യങ്ങളാണ് എന്ന് കാണാൻ കഴിയും. ഒരൊറ്റ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വരൻ ചെയ്ത കാര്യങ്ങളെ ലോകത്തുള്ളൂ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിൽ ഈശ്വരൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്.
ഈശ്വരൻ്റെ തണലുള്ളവനെ ആർക്കാണ് എതിർക്കാൻ സാധിക്കുക, ആർക്കാണ് കൊല്ലാൻ സാധിക്കുക? ലോകം ഒന്നായി എതിർത്താൽ പോലും അല്പം പോലും പേടിക്കേണ്ടതില്ല ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ എന്നിങ്ങനെ കബീർ ഈശ്വരനെ വാഴ്ത്തിപ്പാടുന്നത് കാണാം. നിന്റെ സാമീപ്യമില്ലാത്തവൻ, കാശിനും വിലയറ്റവൻ, നിന്നെ ഉൾക്കൊണ്ടു വാഴുന്നവൻ, ലക്ഷാധിപൻ വിഭോ. നിന്റെ സാമീപ്യമില്ലാത്തവൻ, കാശിനും വിലയറ്റവൻ. നിന്റെ സാമീപ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ആർക്കും. നിന്നെ ഉൾക്കൊണ്ടു വാഴുന്നവൻ, ലക്ഷാധിപൻ വിഭോ. അവനേക്കാളും വലിയ സമ്പന്നനുമില്ല. ഇനി പറയുന്നത്, നിന്നീശൻ നിന്നിലാണെന്നും പൂവിൽ സൗരഭ്യമെന്ന പോൽ കസ്തൂരി മൃഗമോടുന്നു കസ്തൂരിക്കായി തൃണങ്ങളിൽ. നിന്നീശൻ നിന്നിലാണെന്നും പൂവിൽ സൗരഭ്യമെന്ന പോൽ, പൂവിൽ എങ്ങനെയാണോ സുഗന്ധമടങ്ങിയിരിക്കുന്നത് അതുപോലെ നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. കസ്തൂരി മൃഗം ഓടുന്നു കസ്തൂരിക്കായി തൃണങ്ങളിൽ. കസ്തൂരിയുടെ ഗന്ധം അന്വേഷിച്ച് കസ്തൂരിമാൻ 4 ഭാഗത്ത് ഓടുന്നത് പോലെ ഓടിയിട്ടൊരു കാര്യമില്ല. പൂവിൽ സുഗന്ധമെന്ന പോലെ ഈശ്വരൻ നിന്നിലിരിക്കുന്നു എന്നാണ്. നിന്നുള്ളിൽ കുടികൊള്ളുവോനെ തേടി നീ ലോകമാന ആകവേ, മായയാം മറ നീക്കായെങ്കിൽ ദർശനം കിട്ടുകില്ല കേൾ. നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ തേടി നീ പുറമെ അന്വേഷിച്ചാൽ എവിടെ കിട്ടില്ല. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തേടാൻ ഉള്ളിലേക്ക് തന്നെ നോക്കണം. ദർശനാകാംക്ഷയാൽ നീ നിൻ വീട്ടിൽ ധ്യാനസ്ഥനാകുക, നിന്നിലുള്ളവനെ കാണുവാൻ വേറെങ്ങും പോയിടേണ്ട നീ. അപ്പം നമ്മൾ വീട്ടിനകത്ത്, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ വീടിനകത്ത് ധ്യാനത്തിലിരുന്നാൽ അത് തുറന്നു കിട്ടും. അല്ലാതെ പുറമെ എങ്ങും അന്വേഷിച്ചാൽ ആ അന്വേഷിക്കുന്നത് മാത്രം മിച്ചം ഒരു കാര്യം ഉണ്ടാവില്ല. ആശയാൽ ബദ്ധനായി ചുറ്റി തിരിഞ്ഞിട്ടെന്തു താൻ ഫലം, എള്ളിലെണ്ണ കണക്കെ നിന്നുള്ളിലല്ലോ മഹേശ്വരൻ. മറ്റൊരു ഉപമ, നേരത്തെ പറഞ്ഞത് പൂവിൽ സുഗന്ധം എന്ന പോലെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഇപ്പം പറയുന്നു എള്ളിൽ എണ്ണയിരിക്കുന്ന പോലെയാണ്. എള്ളും എണ്ണയും വെവ്വേറെയല്ല. എള്ളിൽ എണ്ണയിരിക്കുന്നത് പോലെയാണ് ഈശ്വരൻ നിന്നിലിരിക്കുന്നത്. എള്ള് എണ്ണയ്ക്ക് വേണ്ടി പുറമെ തേടിയാൽ കിട്ടൂല, അതിനകത്താണ് എണ്ണ ഇരിക്കുന്നത് എന്നതുപോലെ നിന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. തീക്കല്ലിൽ അഗ്നി പോലെ എള്ളിലെണ്ണ പോലെ മഹേശ്വരൻ. നിന്നിലാണ് അരൂപ ഭഗവാൻ ഉണർന്നു ധ്യാനലീനനായി. ഇപ്പൊ പറയുന്നത് കല്ലിൽ അഗ്നി പോലെ. ഇപ്പൊ 2 കല്ലുരച്ചാൽ തീ വരും. ആ തീ എവിടെ നിന്ന് വരുന്നു? കല്ലിൽ നിന്ന് വരുന്നു. ആ തീ എവിടെയാണ്? കല്ലിനകത്താണ്. അത് പരസ്പരം സ്പർശിക്കുമ്പോൾ അഗ്നി ഉണ്ടാകുന്നു. ഇങ്ങനെ കല്ലിൽ അഗ്നി എന്ന പോലെ, എള്ളിൽ എണ്ണ എന്ന പോലെ, പൂവിൽ സുഗന്ധം എന്ന പോലെ നിന്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. ഈശ്വരനോടുള്ള പ്രണയം കാരണം, ദൈവത്തോടുള്ള പ്രണയം കാരണം കബീർ സദാസമയവും ഊണിലും ഉറക്കിലും ഒക്കെ ഈശ്വരനാമം. ഇപ്പം നമ്മൾ പ്രഹ്ലാദനെക്കുറിച്ച് പറയാറുണ്ടല്ലോ, നാരായണ നാരായണ ചൊല്ലി നടക്കുന്ന നാരദനെക്കുറിച്ച്. നാരദൻ്റെ നാവിൽ നിന്ന് നാരായണനാമം ഉപേക്ഷിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. ഉറങ്ങുമ്പോൾ പോലും നാരായണ നാരായണ എന്ന് ചൊല്ലിയിട്ടാണ് നാരദൻ നടക്കാറുള്ളതെന്നാണ്. നാരദനെക്കുറിച്ച് പറയുന്ന ലോകത്ത് ഒരു മത്സരം നടന്നു, ഏറ്റവും കൂടുതൽ ഈശ്വരഭക്തി ആർക്കാണ് എന്നുള്ളതിൽ. നാരദന് സംശയം ഉണ്ടായിരുന്നില്ല, അത് എനിക്ക് തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നാരായണനെ സ്മരിക്കാതെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിഹാസങ്ങളിലെ, പുരാണങ്ങളിലെ നാരദനെ പോലെയാണ് കബീർദാസ് നമ്മുടെ കിടയിൽ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലും ഈശ്വരസ്മരണയിൽ അധിഷ്ഠിതമായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോയൊരു ചരിത്രമുണ്ട്. കബീർദാസ് ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഈ ബഹളങ്ങളിലൊന്നും അഭിരമിച്ചില്ല. അങ്ങനെ അതൊരു കഥയാണ്. അദ്ദേഹം കഅബയിൽ പോയി, മത്താഫിൽ പോയിട്ട് ഇങ്ങനെ കാല് നീട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലെടുത്ത് അവിടുത്തെ പുരോഹിതന്മാർ വന്നിട്ട് ഇത് കഅബയുടെ നേരെ കാല് നീട്ടരുതെന്നുണ്ട് കാലെടുത്ത് മാറ്റി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് കഅബ മാറിയെന്നു എന്നുള്ളത് ഒരു സാങ്കല്പികമായ, പ്രതീകാത്മകമായ ഒരു കഥയായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലെങ്ങോട്ട് മാറ്റുന്നു, അവിടെയൊക്കെ കഅബ കാണപ്പെട്ടു എന്നാണ്. അപ്പം പറഞ്ഞു വന്നത് ഇതാണ്, അത്രമേൽ വിശുദ്ധമായ, അതൊരു കഥയാണെങ്കിലും അത്രമേൽ പോകുന്ന ദിക്കിലൊക്കെയും വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ എന്ന് പറയുന്ന ഖുർആനിലെ ആയത്ത് പോലെ എവിടെയും ഈശ്വര ദർശനം സാധിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു കബീർദാസ്. ഇനി അദ്ദേഹത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ച്, അദ്ദേഹത്തിനുണ്ടായ ഈശ്വരാനുഭൂതിയെക്കുറിച്ച് പാടുന്നു. ആത്മാനുഭൂതിയെ നന്നായി വാഴ്ത്താൻ ആർക്ക് കഴിഞ്ഞിടും,
ഊമ കൽക്കണ്ട മാധുര്യമേതു നാവാൽ പറഞ്ഞിടും. എനിക്കുണ്ടായിട്ടുള്ള ഒരു ഈശ്വര ദർശനത്തെ ഞാൻ എങ്ങനെയാണ് പറയുക? ഒരു നാവ് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ മധുരം കഴിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? ഇതാണ് ഈശ്വര ദർശനത്തെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഞാൻ ഊമയായി പോകും. എൻ്റെ വാക്കുകൾ അറ്റുപോകും, എൻ്റെ ഭാഷ ദുർബലമായി പോകും. അതാണ് ആത്മാനുഭൂതിയെ നന്നായി വാഴ്ത്താൻ ആർക്ക് കഴിഞ്ഞിടും? ഊമ കൽക്കണ്ട മാധുര്യമേതു നാവാൽ പറഞ്ഞിടും. ഊമ മാത്രം അറിഞ്ഞിടും ഊമ കാട്ടുന്ന ചേഷ്ടിതം ആത്മജ്ഞാനി അറിഞ്ഞിടും ആത്മജ്ഞാന സുഖം തഥാ. ഊമ കൽക്കണ്ടം തിന്നാൽ ആ കൽക്കണ്ടം തിന്ന ഊമയ്ക്ക് കൽക്കണ്ടം തിന്നത് മധുരമാണെന്നറിയാം, അത് പറഞ്ഞു കൊടുക്കാൻ ഒരു വഴിയില്ല. എന്നതുപോലെ ആത്മജ്ഞാനിക്കറിയാം എനിക്ക് ഈശ്വര ദർശനം ഉണ്ടായി, അതിൻ്റെ ലഹരി, അതിൻ്റെ സുഖമറിയാം. പക്ഷേ അത് പറയാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും കഴിയില്ല. ഇങ്ങനെ പറയാമെന്നല്ലാതെ. ദുഃഖത്തിൽ ഈശനെ തേടും സുഖത്തിൽ ചിന്ത കൈവിടും സുഖത്തിലും സ്മരിച്ചെന്നാൽ ദുഃഖം ഇങ്ങനെ വന്നിടും. ഓ, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ മാത്രം ഈശ്വരനെ വിളിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ സുഖത്തിൽ ഈശ്വരനെ വിളിച്ചില്ല. വിളിച്ചാൽ ദുഃഖം വരൂലായിരുന്നു. ദുഃഖത്തിൽ ഈശനെ തേടും സുഖത്തിൽ ചിന്ത കൈവിടും സുഖത്തിലും സ്മരിച്ചെന്നാൽ ദുഃഖം എങ്ങനെ വന്നിടും. ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ് ഈശ്വര സ്മരണ എന്ന് പറഞ്ഞാൽ. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടക്കലൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മെ ദുഃഖിക്കാൻ സമ്മതിക്കില്ല. അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ദുഃഖം വരില്ല. യാഥാർത്ഥ്യ ബോധമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നിരാശയും ദുഃഖവും ഉണ്ടാവില്ല. അള്ളാഹു പറയുന്ന ഏറ്റവും വലിയ ഓഫർ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ്. ദുഃഖമില്ലാത്ത മാനസികാവസ്ഥ കൈവരും എന്നാണ്. ഇത് ചെറിയ കാര്യമല്ല. നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഓർമ്മ, നമ്മുടെ ലൗകികതയെക്കുറിച്ചുള്ള ഓർമ്മ, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് കിട്ടിയാൽ പിന്നെ ദുഃഖിക്കാനൊന്നുമില്ല, നമ്മൾ തിരിച്ചറിയും. ദുഃഖിക്കാനൊന്നുമില്ല. ഈ ഒരു തിരിച്ചറിവിലാണ് യഥാർത്ഥത്തിൽ ദുഃഖം പോകുന്നത്. അല്ലാതെ അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിനെ പ്രണയിക്കുന്ന ആളുകൾക്ക് ദുഃഖാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല. എല്ലാം ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ടാവും. പക്ഷെ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല. കാരണം ദുഃഖിക്കാൻ അവർക്ക് അറിയില്ല, കഴിയില്ല. ഇതിൽ പ്രതി ദുഃഖിക്കാനിരിക്കുന്നത്, നേരത്തെ കബീർ ചോദിച്ചതുപോലെ, പിന്നെ ഇതിനെക്കുറിച്ച് ദുഃഖിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഇത് ദുഃഖിക്കാനുള്ളതല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുഃഖം ഉണ്ടാവില്ല. അവരുടെ ഉള്ളിൽ ആനന്ദത്താൽ നിറഞ്ഞിടും. അപ്പോൾ വെള്ളത്തിന് ദാഹിക്കൂലല്ലോ. ആനന്ദത്തിൻ്റെ നിറവായാൽ പിന്നെ അവിടെ ദുഃഖം ഉണ്ടാവില്ലല്ലോ. വെള്ളത്തിന് സ്വയം ദാഹിക്കുമോ? ഇല്ലല്ലോ. എന്നതുപോലെയാണ് ആനന്ദത്തിൻ്റെ നിറവായി തീർന്നാൽ പിന്നെ അവിടെ ദുഃഖം ഉണ്ടാവില്ല. കയ്യിൽ മാല കറങ്ങുന്നു വായിൽ ജിഹ്വയുമാവിധം മനമങ്ങൂരു ചുറ്റുന്നു ഇതാണോ ധ്യാന ലക്ഷണം. നിസ്കാരത്തെക്കുറിച്ച് നമ്മളെ മുസ്ലിങ്ങൾ പറയുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച്. കയ്യിൽ മാല കറങ്ങുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വായിൽ ജിഹ്വയും ഈ വിധം, നാവും അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. മനമങ്ങൂരു ചുറ്റുന്നു, മനസ്സോ ഊരു ചുറ്റുന്നു. ഇതാണോ ധ്യാന ലക്ഷണം. പ്രണയമില്ലാത്ത ആരാധന ബലാത്സംഗം പോലെയാണ്. ഇരിക്കുന്നയിടം ദേവാലയം, ചൊല്ലുന്നതെല്ലാം മന്ത്രങ്ങൾ. ഇരിക്കുന്നയിടം ദേവാലയം, ചൊല്ലുന്നതെല്ലാം മന്ത്രങ്ങൾ. കണ്ണടച്ചാൽ അവൻ തിരുമുമ്പിൽ. പിന്നെ എന്തിന് വേറെ തീർത്ഥാടനത്തിന് പോകണം എന്ന് ഗുരു ചോദിക്കുകയുണ്ടായി. ഇരിക്കുന്നിടത്ത് കണ്ണടച്ചാൽ അവൻ പ്രത്യക്ഷപ്പെടുമെങ്കിൽ, ആ അർത്ഥത്തിലുള്ളൊരു പ്രണയഭാവം നമ്മുടെ ഉള്ളിൽ നിറക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എന്തിനാണ് ഓടിപ്പോണത്? പൊയ്ക്കോ, പള്ളിയിൽ പൊയ്ക്കോളൂ, ആരാധനാലയങ്ങൾ ചെയ്തോളൂ, എല്ലാം നല്ലത്. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെയല്ല ഇരിക്കുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നോ ഇരിക്കുന്നിടം ദേവാലയമാക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ റസൂല് പറഞ്ഞത്, ഭൂമി മുഴുവൻ മസ്ജിദാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വേറൊരു അർത്ഥത്തിലെടുത്തു. തയമം ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ചർച്ച. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചർച്ച അങ്ങനെയാണ്. അത് അപ്പോൾ ഭൂമി മുഴുവൻ മസ്ജിദ് ആയതുകൊണ്ട് എവിടെ അടിച്ചാലും തയമം ചെയ്യാമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടാക്കിയെടുത്ത മസ്അല. ഇരിക്കുന്നിടം ദേവാലയം എന്നാണ് പ്രവാചകനെ പറഞ്ഞതിൻ്റെ പൊരുൾ. പ്രവാചകന്മാരുടെ പൊരുൾ വാക്കിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പ്രവാചകജ്ഞാനത്തിലൂടെ സഞ്ചരിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. നമ്മളെയും ഈശ്വരനെയും തമ്മിൽ മറയ്ക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണെന്നർത്ഥം. അതിസങ്കീർണമാണല്ലോ പ്രേമമാർഗം നിനക്കുകിൽ, രണ്ടു പേർക്കൊപ്പമായി പോകാൻ ഇടമില്ലതിലൊട്ടുമേ. ഞാൻ കയറിയ വണ്ടിയിൽ വേറൊരാൾക്ക് സ്ഥലമില്ല. ഇതാണ് ആധ്യാത്മികതയുടെ മറ്റൊരു മാനം. അത് വലിയൊരു വർത്താനാണ്. എൻ്റെ വണ്ടിയിൽ എനിക്കേ പറ്റുള്ളൂ. ഞാൻ അള്ളാഹുവിലേക്ക് പോകുന്ന വണ്ടിയിൽ എനിക്കൊരാളെ കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ.
ആധ്യാത്മികമായ യാത്ര എന്ന് പറഞ്ഞാൽ ഏകാന്ത യാത്രയാണ്. നിങ്ങൾക്ക് മറ്റൊരാളെയും കൂട്ടിയിട്ട് പടച്ചവൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷേ എൻ്റെ വണ്ടിയിൽ ഞാൻ മാത്രമാണ് ഡ്രൈവറും സഞ്ചാരിയും പാഥേയവും എല്ലാം ഞാനാണ്. എനിക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ അനുഭവം എനിക്കും ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അനുഭവങ്ങൾ അവരവർക്ക് സ്വന്തമാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ കയറിപ്പോവും, എനിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വണ്ടി നന്നാക്കേണ്ടതും ഈ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടതും ഈ വണ്ടിയിൽ യാത്രക്കാരനായിരിക്കേണ്ടതും ഈ വണ്ടിയുടെ ഇന്ധനവും ഒക്കെ ഞാൻ തന്നെ. ഓരോരുത്തരുടെയും ദൈവാനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അത് സ്വപ്നാനുഭവം പോലെയാണ്. ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, രണ്ടാൾക്കാർ ഒരേ കട്ടിൽ കിടക്കുന്നു, ഒരാൾ ആന ഓടിക്കുന്ന സ്വപ്നം കാണുന്നു, മറ്റേയാളൊന്നും അറിയുന്നില്ല. അതെൻ്റെ മാത്രം സ്വപ്നമാണ്, എൻ്റെ മാത്രം അനുഭവമാണ്. ഞാൻ നിലവിളിക്കും, ഞാൻ ഓടും, ഞാൻ തളരും, ഞാൻ വിയർക്കും, ഒക്കെ ചെയ്യും. പക്ഷെ മറ്റേയാൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും, അയാളൊന്നും അറിയില്ല. ഒരു പക്ഷേ എൻ്റെ സ്വപ്നത്തിലെ കഥാപാത്രവും അയാളായിരിക്കും, പക്ഷെ അപ്പോഴും അയാളൊന്നും അറിയുന്നില്ല. ഇതുപോലെയാണ് നമ്മുടെ അനുഭവം നമുക്ക് സ്വന്തമാണ്. ആ സ്വന്തമായ അനുഭവത്തോടൊപ്പമാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഒരു അധ്യാത്മ ജ്യോതിസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ പലർക്കും അറിയില്ല കബീർ ദാസിനെ കുറിച്ച്, കബീർ വാണിയെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒരു കബീർ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. ഒരു പക്ഷേ ആധ്യാത്മികതയുടെ സൗരഭ്യവും സൗന്ദര്യവും മുഴുവനും ആവാഹിച്ച് ആ അർത്ഥത്തിൽ ജീവിച്ച് അതിൻ്റെ മധു നുകർന്ന് 100-ാമത്തെ വയസ്സിലോ മറ്റുമാണ് കബീർ മരിക്കുന്നത്. അത്രയും കാലം ഒരു വാനമ്പാടിയെപ്പോലെ ഈശ്വര പ്രണയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ പറഞ്ഞു പാടി നടന്നൊരു ശലഭമായി കബീർ ജീവിച്ചു. വല്ലാത്തൊരു അനുഭവമായിരുന്നു കബീറിൻ്റെ അനുഭവം. കബീറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, കബീറിനെ കുറിച്ച് വായിക്കണം. നമ്മൾ ഈ മുസ്ലിയാക്കന്മാരെ കുറിച്ചും മൗലവിമാരെ കുറിച്ചും വായിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല, കുറേ തർക്കം പഠിക്കാനേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്ത് അവരുടെ അനുഭവത്തിൻ്റെ ഒരു ഭാഗമായി തീരാൻ, വായന കൊണ്ടെങ്കിലും ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദത്തിൻ്റെ അളവ് വളരെ വലുതായിരിക്കും. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം.